രാമപുരം നോർത്ത് എൽ പി സ്കൂളിന്റെ 2025-26 പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച കേരള സാക്ഷരതയുടെ പിതാവും നവോത്ഥാന നായകനുമായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ടും പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ സ്കൂളിന്റെ 111ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി പ്രവർത്തിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും സ്മരിച്ചുകൊണ്ടും 2025-26 അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ ആണ്. അച്ഛൻ ഞങ്ങൾക്ക് തരുന്ന പിതൃതുല്യമായ വാത്സല്യവും പിന്തുണയും പ്രോത്സാഹനവും മാർഗദർശനവും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 4 അധ്യാപകരും KG സെക്ഷനിൽ PTA നിയമിച്ച ഒരു അധ്യാപികയും ഉൾപ്പെടെ 5 അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 11 കുട്ടികളും KG സെക്ഷനിൽ 8 കുട്ടികളും പഠിക്കുന്നു. പുതിയ നിയമനങ്ങൾ. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ സ്കൂളിൽ താൽക്കാലിക ഒഴിവിൽ ജോലി ചെയ്തിരുന്ന ശ്രീമതി ജിസ്മോൾ വർഗീസിന് പകരം കുമാരി ആതിര എസ് പിള്ളയും KG സെക്ഷനിൽ PTA നിയമിച്ച ശ്രീമതി കൊച്ചറാണി സെബാസ്റ്റ്യന്റെ ഒഴിവിലേക്ക് ശ്രീമതി സൂര്യ PS നിയമിതയായി. 2024-25 വാർഷികം. 2024-25 അധ്യയന വർഷത്തിലെ വാർഷികം 2025 മാർച്ച് 7-ാം തീയതി സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരയ്ക്കലിന്റെ മഹനീയ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറൻഡ് ഫാദർ ജോർജ് പുല്ലുകാലയിൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ മത്തച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികളെ ആദരിച്ചു. കൊച്ചുകുട്ടികളുടെ കലാവിരുന്ന് സമ്മേളനത്തെ ആകർഷകം. പ്രവേശനോത്സവം. മധ്യവേനൽ അവധിക്ക് ശേഷം 2025 ജൂൺ 2-ാം തീയതി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രവേശനോത്സവം സമുചിതമായി നടത്തപ്പെട്ടു. കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം സ്കൂളിൽ എത്തിച്ചേരുകയും പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ മത്തച്ചൻ, വാർഡ് മെമ്പർ ശ്രീ ജോഷി കുമ്പളത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ അസംബ്ലി. എല്ലാ ദിവസവും 9:30 പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന അസംബ്ലി, പ്ലഡ്ജ്, ന്യൂസ് റീഡിംഗ്, എയറോബിക് എക്സസൈസ്, അന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം, ഹെഡ്മിസ്ട്രസിന്റെ അറിയിപ്പുകൾ തുടങ്ങിയവയ്ക്ക് ശേഷം ദേശീയ ഗാനത്തോടെ അവസാനിക്കുന്നു. നമ്മുടെ സ്കൂളിലെ ഓരോ ദിവസത്തെയും അസംബ്ലി ഓരോ ക്ലാസ്സുകാരാണ് ലീഡ് ചെയ്യുന്നത്. SRG മീറ്റിംഗ്. സ്കൂളിലെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും ദിനാഘോഷങ്ങൾ, സ്കൂൾ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ആഴ്ചയിലൊരിക്കൽ ഹെഡ്മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ SRG മീറ്റിംഗ് നടത്തപ്പെടുന്നു. മതബോധനവും സന്മാർഗ പഠനവും. കുട്ടികളെ മൂല്യബോധവും സന്മാർഗ ചിന്തയുമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളർത്തിക്കൊണ്ടുവരുവാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മതബോധനവും ബുധനാഴ്ച സന്മാർഗ പാഠവും പഠിപ്പിക്കുന്നു. തിരുഹൃദയ പ്രതിഷ്ഠ. ജൂൺ 30-ാം തീയതി തിരുഹൃദയ പെരുന്നാളിനോടനുബന്ധിച്ച് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുകയും സ്കൂൾ വെഞ്ചരിക്കുകയും ചെയ്തു. ദിനാചരണങ്ങൾ. വായനാ ദിനം. ശ്രീ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നതിനോടനുബന്ധിച്ച് ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഷൈനോ എബ്രാഹാം വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരണം നടത്തുകയും തുടർന്നു വന്ന ഒരാഴ്ച വായനവാരമായി ആചരിക്കുകയും ചെയ്തു. വായനാ മത്സരം, കയ്യക്ഷര മത്സരം, ക്വിസ്, പ്രസംഗ മത്സരം, പുസ്തക പ്രദർശനം,
പോസ്റ്റർ രചന തുടങ്ങിയ മത്സരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ലഹരിവിരുദ്ധ ദിനാചരണം. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജൂൺ 26-ാം തീയതി ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ക്ലാസ് നടത്തുകയും പോസ്റ്റർ രചന, മനുഷ്യച്ചങ്ങല, സൂംബ ഡാൻസ്, ലഘുവ്യായാമങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളോടൊപ്പം ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പരിസ്ഥിതി ദിനാചരണം. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ പാലാ യൂണിറ്റുമായി സഹകരിച്ച് വൃക്ഷത്തൈ നടീലും പഠനോപകരണ വിതരണവും നടത്തപ്പെട്ടു. അതോടൊപ്പം ഹരിത കേരള മിഷന്റെ ചങ്ങാതിക്കൊരു മരം പദ്ധതി പ്രകാരം ജൂൺ 25 മുതൽ ജൂലൈ 2 വരെ കുട്ടികൾ കൊണ്ടുവരുന്ന വൃക്ഷത്തൈകൾ സഹപാഠികൾക്ക് കൈമാറുകയും അവ വീടുകളിൽ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുകയും വളർച്ചാഘട്ടങ്ങൾ രേഖപ്പെടുത്തി കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷം. 78-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശവും തുടർന്ന് റാലിയും നടത്തപ്പെട്ടു. ദേശീയ പതാക നിർമ്മാണം, പ്രസംഗ മത്സരം, ദേശീയ പതാക കളറിംഗ് മത്സരം, ക്വിസ് തുടങ്ങിയ മത്സരങ്ങളും വളരെ വിപുലമായ രീതിയിൽ നടത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാമപുരം കൾച്ചറൽ ആൻഡ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നടത്തിയ കളറിംഗ് കോമ്പറ്റീഷനിൽ 3-ാം ക്ലാസ്സിലെ ഇഷാൻ PK 2-ാം സ്ഥാനം കരസ്ഥമാക്കി. ഇഷാന് അഭിനന്ദനങ്ങൾ. അധ്യാപക ദിനാചരണം. സെപ്റ്റംബർ 5 അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ പൂക്കൾ, ലഘു സമ്മാനങ്ങൾ ഇവ നൽകി അധ്യാപകരെ ഓണാഘോഷം. ആഗസ്റ്റ് 27-ാം തീയതി സ്കൂളിൽ ഓണാഘോഷം സമുചിതമായി നടത്തപ്പെട്ടു. റവറൻ ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ മത്തച്ചൻ, വാർഡ് മെമ്പർ ശ്രീ ജോഷി കൊമ്പളത്ത്, രക്ഷകർത്താക്കൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള മത്സരങ്ങളും നടത്തപ്പെട്ടു. ശിശുദിനാഘോഷം. നവംബർ 14-ന് കുറിഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലെ മാതൃജ്യോതി KCYM യൂണിറ്റുകൾ നമ്മുടെ സ്കൂളിലെത്തുകയും ശിശുദിനം കുട്ടികളോടൊപ്പം ആഘോഷിക്കുകയും ചെയ്തു. മധുരപലഹാര വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ശിശുദിനാഘോഷത്തെ മോടി പിടിപ്പിച്ചു. ക്രിസ്തുമസ് ആഘോഷം. ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം ഡിസംബർ 23-ാം തീയതി ആഘോഷിക്കുകയും സ്കൂൾ മാനേജർ ക്രിസ്തുമസ് സന്ദേശം നൽകുകയും ചെയ്തു. ക്രിസ്തുമസ് കരോൾ, സ്കിറ്റ് തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു. കുറിഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ KCYM യൂണിറ്റും ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുചേർന്നു. രുചിമേളം. 1-ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രുചിമേളം പരിപാടി ജനുവരി 9-ാം തീയതി സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. അന്നേ ദിവസം വിവിധങ്ങളായ നാടൻ ഭക്ഷണങ്ങൾ കുട്ടികൾ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരികയും ഭക്ഷണ പ്രദർശനം നടത്തുകയും ചെയ്തു. നാടൻ വിഭവങ്ങളുടെ തനിരുചി എല്ലാവർക്കും നല്ല ഒരനുഭവമായിരുന്നു. ആരോഗ്യ ക്ലാസ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ ഭാഗമായി രാമപുരം PHSയിൽ നിന്നും ആരോഗ്യ പ്രവർത്തകർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിൽ സ്കൂളിലെത്തി ആരോഗ്യ ക്ലാസ് നൽകുകയും അയൺ, ഫോളിക് ആസിഡ്, വിരഗുളിക തുടങ്ങിയവയുടെ വിതരണം നടത്തുകയും ചെയ്യും. ഉച്ചഭക്ഷണം. വിദ്യാഭ്യാസം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ പരിപാലനം. പോഷക സമൃദ്ധവും രുചികരവുമായ ഭക്ഷണം ഗവൺമെന്റിന്റെ സഹായത്തോടെ നൽകി വരുന്നു. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്നു. ഭക്ഷണം രുചികരമായി പാകം ചെയ്യുന്ന ഏലിക്കുട്ടി ചേച്ചിക്ക് പ്രത്യേകം നന്ദി. നോൺ മീൽ ഓഫീസർ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പരിശോധനയ്ക്കായി സ്കൂൾ സന്ദർശിക്കാറുണ്ട്. കുടിവെള്ളവും പാചകം ചെയ്ത ഭക്ഷണവും കൃത്യമായി പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. മേളകൾ. 2025 ഒക്ടോബർ 22-ാം തീയതി മോനിപ്പള്ളി ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന വർക്ക് എക്സ്പീരിയൻസിൽ നമ്മുടെ സ്കൂളിലെ 9 കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. ക്ലേ മോഡലിംഗിൽ
4ാം ക്ലാസ്സിലെ അങ്കിത് സെക്കൻഡ് എ ഗ്രേഡും ഒറിഗാമി ഇനത്തിൽ 3ാം ക്ലാസ്സിലെ ആൻഡ്രിയ രാജേഷ് തേർഡ് എ ഗ്രേഡും കരസ്ഥമാക്കി. കൂടാതെ ഷീറ്റ് മെറ്റൽ വർക്കിൽ ജെറിൻ ജുനേഷ് 4ാം സ്ഥാനവും എ ഗ്രേഡും, ഇലക്ട്രിക്കൽ വയറിംഗ് നിയോ നിബിൻ 4ാം സ്ഥാനവും എ ഗ്രേഡും, ബീഡ്സ് വർക്ക് ജോഷുവ ജ്യോതിഷ് എ ഗ്രേഡ്, വെജിറ്റബിൾ പ്രിന്റിംഗ് ഫൗസ്റ്റീന ജിബിൻ എ ഗ്രേഡ്, ഫാബ്രിക് പെയിന്റിംഗ് നീരവ് എം മനോജ് എ ഗ്രേഡ്, പോട്ടറി പെയിന്റിംഗ് ഇഷാൻ പി കെ ബി ഗ്രേഡ്, അഗർബത്തി മേക്കിംഗ് ആദം രാജേഷ് ബി ഗ്രേഡ് എന്നിങ്ങനെ മികച്ച നേട്ടം നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി. സ്കൂളിന്റെ അഭിമാനഭാജനങ്ങളായ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. കലോത്സവം നവംബർ 12, 13, 14 തീയതികളിൽ വെളിയന്നൂർ വന്ദേമാതരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന രാമപുരം ഉപജില്ലാ കലോത്സവത്തിൽ 13 ഇനങ്ങളിലായി നമ്മുടെ സ്കൂളിലെ 11 കുട്ടികളും പങ്കെടുത്ത് അഭിമാനാർഹമായ വിജയം കരസ്ഥമാക്കി. ജോഷുവ ജ്യോതിഷ് അഭിനയഗാനം ഇംഗ്ലീഷ് എ ഗ്രേഡ്, പദ്യം ചൊല്ലൽ ഇംഗ്ലീഷ് ബി ഗ്രേഡ്, ഇഷാൻ പി കെ ചിത്രരചന പെൻസിൽ എ ഗ്രേഡ്, ചിത്രരചന ജലച്ചായം ബി ഗ്രേഡ്, ഫൗസ്റ്റീന ജിബിൻ പദ്യം ചൊല്ലൽ മലയാളം എ ഗ്രേഡ്, റെനോൾഡ് ജെ അബ്രഹാം കഥാകഥനം ബി ഗ്രേഡ്, നീരവ് എം മനോജ് അഭിനയഗാനം ബി ഗ്രേഡ്, ജെറിൻ ജുനേഷ് ലളിതഗാനം ബി ഗ്രേഡ്, ആദിൽ തങ്കച്ചൻ മാപ്പിളപ്പാട്ട് ബി ഗ്രേഡ്, തമിഴ് പദ്യച്ചൊല്ലൽ ബി ഗ്രേഡ്, ആൻഡ്രിയ രാജേഷ് നാടോടി നൃത്തം ബി ഗ്രേഡ്, സംഘഗാനം ദേശഭക്തിഗാനം ബി ഗ്രേഡ്. എല്ലാ കുട്ടികൾക്കും അവരെ ഒരുക്കിയ അധ്യാപകർക്കും എല്ലാ പിന്തുണയും നൽകിയ മാതാപിതാക്കൾക്കും നന്ദി പറയുന്നതിനായി ഈ അവസരം ഉപയോഗിക്കുന്നു. സ്പോർട്സ് ജനുവരി 14-ാം തീയതി ഉഴവൂർ OLL ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സ്പോർട്സ് മത്സരത്തിൽ 4ാം ക്ലാസ്സിലെ അങ്കിത് പങ്കെടുക്കുകയും LP മിനി ബോയ്സ് വിഭാഗത്തിൽ നിന്ന് ലോങ് ജമ്പിൽ റെക്കോർഡോടുകൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. അങ്കിത്തിന് നോർത്ത് LPS കുടുംബത്തിന്റെ പ്രത്യേകം അഭിനന്ദനം. ക്ലബ്ബുകൾ കുട്ടികളിലെ വിവിധങ്ങളായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനായി ഗണിത ക്ലബ്, ശാസ്ത്ര ക്ലബ്, ഹെൽത്ത് ക്ലബ്, ലഹരി വിരുദ്ധ ക്ലബ്, ഫാർമേഴ്സ് ക്ലബ് തുടങ്ങിയ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സ്കൂളിൽ വിഷരഹിത പച്ചക്കറിത്തോട്ടം വിപുലമായ രീതിയിൽ പരിപാലിച്ചു പോരുന്നു. ഇവയിൽ നിന്നും ലഭിക്കുന്ന പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. കൃഷിയിൽ താൽപര്യം വളർത്താനും കൃഷിരീതികളെക്കുറിച്ച് അവബോധം വളർത്തുവാനും ഇതിലൂടെ LSS സ്കോളർഷിപ്പ് എക്സാം ഫെബ്രുവരി 26-ാം തീയതി നടന്ന LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ 4ാം ക്ലാസ്സിലെ ആദിൽ തങ്കച്ചൻ പങ്കെടുത്തു. ആദിലിന് വിജയാശംസകൾ നേരുന്നു. LKG UKG ക്ലാസുകൾ അക്ഷരലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്ന കുരുന്നുകൾക്കായി നഴ്സറി സ്കൂൾ ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. LKG UKG ക്ലാസുകളിലായി 8 കുട്ടികൾ പഠിക്കുന്നു. സ്കൂൾ ഇൻസ്പെക്ഷന്റെ ഭാഗമായി ഒക്ടോബർ 17-ാം തീയതി രാമപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ജോളിമോൾ ഐസക്കും 3 ഓഫീസ് അധികാരികളും സ്കൂൾ സന്ദർശിക്കുകയും അക്കാദമികവും ഓഫീസ് സംബന്ധവുമായ രേഖകൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് റിപ്പോർട്ട് നൽകുകയും. PTA ഈ സ്കൂളിൻ്റെയും കുട്ടികളുടെയും യശസ് ഉയർത്തുന്നതിനായി അധ്യാപകരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു PTA ആണ് ഈ സ്കൂളിനുള്ളത്. PTA പ്രസിഡന്റ് ശ്രീ ജ്യോതിഷ് ജോസഫ് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു. ശ്രീ ജ്യോതിഷിനോടും PTA അംഗങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ സ്കൂളിന്റെ ഏത് ആവശ്യങ്ങളിലും എപ്പോൾ വേണമെങ്കിലും ഓടിയെത്തുന്ന ശ്രീ ജിൻസ്, ശ്രീ സെബാൻ തുടങ്ങിയ അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. സ്കോളർഷിപ്പുകൾ ഈ നാട്ടിലെ അഭ്യുദയകാംക്ഷികളായ ഏതാനും ചില വ്യക്തികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പുകൾ പഠനത്തിലും കലാകായിക മേഖലകളിലും മികവ് പുലർത്തുന്ന കുട്ടികൾക്കായി നൽകുവരുന്നു. 16 സ്കോളർഷിപ്പുകളാണ് നമുക്കുള്ളത്. സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയ വ്യക്തികളെ നന്ദിയോടെ ഓർക്കുന്നു.
നന്ദിയുടെ ഒരു വാക്ക്. 111 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തുവാൻ നമ്മോടൊപ്പമുള്ള കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ്, രാമപുരം DRC, രാമപുരം ഗ്രാമപഞ്ചായത്ത്, രാമപുരം PHSC എന്നീ മേഖലകൾക്കും പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്കും അഗൈതവമായ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ വാർഷികാഘോഷത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആദരണീയനായ രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK ശാന്താറാം, ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്ന വാർഡ് മെമ്പർ ശ്രീമതി ലിസമ്മ മത്തച്ചൻ, PTA പ്രസിഡന്റ് ശ്രീ ജ്യോതിഷ് ജോസഫ്, നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന PTA അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 111 വർഷക്കാലം നമ്മെ കാത്തുപരിപാലിച്ച നല്ലവനായ ദൈവത്തിനു മുമ്പിൽ നന്ദിപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു.